ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടെക് ആൻഡ് റൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോതമംഗലത്ത് നമ്മുടെ തട്ടേക്കാടിനടുത്തുള്ള മിനി സ്വിറ്റ്സർലൻഡ് കാണാൻ വേണ്ടിയിട്ടാണ്. ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഞങ്ങൾ ഇറങ്ങി. ഒരു സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷേ കോതമംഗലം കഴിഞ്ഞ് നമ്മൾ തട്ടേക്കാട് ഭാഗത്തേക്ക് എത്താറായപ്പോൾ നല്ല പൊരിഞ്ഞ മഴക്കാർ വെച്ചു. അതുമാത്രമല്ല, പോകുന്ന വഴിയിൽ നല്ല കലക്കം മഴ കിട്ടുകയും ചെയ്തു. അപ്പോൾ മിനി സ്വിറ്റ്സർലൻഡിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബേർഡ് സാങ്ച്വറി എത്തുന്നതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലൊരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ നമുക്ക് ചെറിയൊരു പോർഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയല്ല നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കയറി വേണം നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഫോട്ടോസ് എടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ നടക്കണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നിട്ടാണ് ശരിക്കുള്ള മിനി സ്വിറ്റ്സർലാൻഡ് നമുക്ക് കാണാനുള്ളത്. അങ്ങനെ വീണ്ടും നമ്മൾ ആ ഫോറസ്റ്റ് ആംബിയൻസിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് ചെന്ന് കുറച്ചേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിൻ റോഡിലായിട്ട് കുറച്ച് അധികം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിൻ്റെ ലൊക്കേഷൻ. നമുക്കറിയാം, അവിടെ വണ്ടി അതിൻ്റെ അടുത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് മെയിൻ റോഡിൽ ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് പോലെ റോഡുണ്ട്. ആ റോഡിൽ കൂടിയാണ് നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. വളരെ വിശാലമായിട്ട് പരന്നു നടക്കുന്നൊരു പുൽമേടാണത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു തോട് പോലെ കാണാൻ പറ്റും. അവിടെ നല്ല തണുത്ത വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് പതുക്കെ നമ്മൾ ആ ഒരു പുൽപ്പരപ്പിലേക്ക് നമ്മൾ നടക്കുവാണ്. ഈ കാണുന്ന നല്ല സ്ഥലം, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ വന്ന സമയത്ത് നല്ല മഴ കിട്ടിയതിൻ്റെ പേരിൽ ആ പുറകിലെ മലയിലൊക്കെ നിറച്ചും കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വെയിലത്താറെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. കോടയൊക്കെ ഇറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയ ഈ തോട് പോലെയുള്ള ഇത് കാണാൻ പറ്റും. ആ പരത്തിൽ കൂടി വെള്ളം ഒഴുകുന്നതിൻ്റെ പേരിൽ നമുക്ക് അത് ക്രോസ് ചെയ്തിട്ട് വേണം വീണ്ടും മുന്നോട്ട് പോകാൻ. നല്ലൊരു ഏരിയ ഉണ്ട്. നമുക്ക് നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പുഴയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നടന്ന് എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു പുഴ കാണാൻ പറ്റും. നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്നു. ആ പുഴയുടെ സൈഡിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല. ഇവിടെ തന്നെ നമുക്കിങ്ങനെ ഇരിക്കാൻ തോന്നും. കാരണം അത്രയ്ക്ക് രസമാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടെ ഇരിക്കുന്നതിനുള്ള കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്.
അപ്പോൾ നമ്മൾ വന്ന ആംബിയൻസിൽ ഇപ്പോൾ ഉള്ളത് അപ്പുറത്തെ മലയിലൊക്കെ നിറച്ചും കോടയായിട്ട് മനസ്സിലോടൊപ്പം നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം നിബിൻ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്